കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി എങ്കിലും നേതൃത്വത്തിലുള്ളവർ പറഞ്ഞ് അവസാനിപ്പിച്ച വാക്ക് ദൈവമക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം. കത്തോലിക്ക സഭയും മറ്റ് ക്രൈസ്തവ സഭകളും മതം മാറ്റം നടത്താറില്ല, മനുഷ്യക്കടത്ത് നടത്താറില്ല. അതൊക്കെ ചെയ്യുന്നത് ബെന്തിക്കോസുകാരാണെന്നാണ് അവർ പറഞ്ഞത്. അത് നാളുകളിൽ നമുക്കെതിരെ വരാനുള്ള ഒരു വലിയ പൈശാചിക പോരിൻ്റെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് മൊർദെഖായി പറഞ്ഞൊരു പദം, നീ കൊട്ടാരത്തിലായതുകൊണ്ട് നീ രക്ഷപ്പെട്ടുവെന്ന് വിചാരിക്കരുത്. നീ ഇടപെട്ടാലും ഇല്ലെങ്കിലും യഹൂദന് മറ്റെവിടുന്നെങ്കിലും രക്ഷ വരും, പക്ഷെ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകുമെന്ന് മൊർദെഖായി പറഞ്ഞെങ്കിൽ ഇത് കരയാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരമാണ്. പട്ടണത്തിൻ്റെ നടുവിൽ വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീറിൽ കടന്നുകൊണ്ട് ഭക്തൻ നിലവിളിച്ചപ്പോൾ ഒരു ജാതി മുഴുവൻ വിടുവിക്കപ്പെട്ടെങ്കിൽ, എതിരായി നിന്ന ഹാമാന്യ ശക്തികൾ പൂർണ്ണമായി ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറിയെങ്കിൽ, ഈ ദിനങ്ങളിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഭക്തൻ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരെ വിടുവിച്ച വിധങ്ങൾ തലമുറകളോട് പറഞ്ഞിരുന്നു. ആ വിടുവിച്ചതിൻ്റെ വിധം എങ്ങനെയാണ്? 3 കാര്യങ്ങൾ. 1, നിന്റെ വലങ്കൈ കൊണ്ടും നിന്റെ ഭുജം കൊണ്ടും നിന്റെ മുഖപ്രകാശവും കൊണ്ടാണ് നിന്റെ ജനത്തെ വിടുവിച്ചത്. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നു? എൻ്റെ ഭുജം ചലിക്കാതിരുന്നാലും നിങ്ങൾ പേടിക്കണ്ട, രാവിലെ ചലിക്കുന്നൊരു ഭുജം ഇവിടെയുണ്ട്. എത്ര പേരാണ് വിശ്വസിക്കുന്നത്? കുശവനായ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ ഇരമ്യാവ് എന്ന പ്രവാചകനോട് ദൈവം പറയുമ്പോൾ, ഭവനത്തിൻ്റെ ഉള്ളറകളിൽ പ്രവചിച്ചു കൊണ്ടിരുന്ന, രാജകൊട്ടാരത്തിലും ആലയത്തിലും പ്രവചിച്ചു കൊണ്ടിരുന്ന, പൊട്ടക്കൻറ്റി കിടന്ന് പ്രവചിച്ചു കൊണ്ടിരുന്ന ഭക്തൻ ദൈവനിയോഗപ്രകാരം കുശവൻ്റെ ആലയത്തിലേക്ക് ചെന്നപ്പോൾ കുശവൻ്റെ ആലയിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച, കറങ്ങുന്ന ചക്രത്തിന്മേൽ കുശവൻ പണിയുന്നു. അവൻ്റെ കയ്യിൽ മണ്ണിരിക്കുന്നു. ആ മണ്ണ് പണിതുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ വെച്ച് തന്നെ ചീത്തയായിപ്പോയി. പക്ഷെ കുശവൻ അതിനെ വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ല, ഗാർബേജിലേക്ക് തള്ളിക്കളഞ്ഞില്ല. തൻ്റെ കയ്യിൽ വെച്ച് ചീത്തയായതിനെ, തൻ്റെ കയ്യിൽ വെച്ച് തൻ്റെ സ്വപ്നത്തിനെതിരായി രൂപപ്പെട്ടതിനെ എറിഞ്ഞു കളയാതെ അതിനെ ഉടച്ചിട്ട് ഒന്നുകൂടെ പണിയാനിടയായി. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചിലരെ ഉടച്ചത്, ചിലരുടെ കുടുംബത്തെ, ചിലരുടെ ബിസിനസ്സിനെ, ചിലരുടെ സമ്പത്തിനെ, ചിലരുടെ വാഹനത്തെ, ചിലരുടെ ഭാവിയെ, ചിലരുടെ തലമുറയെ ഒക്കെ ഉടച്ചത് നിന്നെ നശിപ്പിക്കാനല്ല, ആ കൈക്കകത്ത് വെച്ച് ഒന്നുകൂടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്നെ പണിതെടുക്കാനാണെന്ന് വിശ്വസിക്കുന്നവർ രാവിലെ നന്നായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാവിലെ പരിഹസിക്കുന്നവരെ പരിഗണിക്കുന്ന, അവഗണിച്ചവരെ അംഗീകരിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ പശ്ചാത്തപിപ്പിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കരുത്തുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നലെയും ഇന്നുമൊക്കെ എൻ്റെ ഉള്ളത്തിൽ വന്ന വലിയ ചിന്തയാണ്, തകർന്നതിനെ, ഷെയ്പ്പ്ലെസ് ആയതിനെ ഉടച്ചു പണിയുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? 24 മണിക്കൂറും ജാഗരൂകനായിരിക്കുന്ന ഒരു കുശവൻ, കറങ്ങുന്ന ചക്രത്തിൽ വിരലുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നീ മയങ്ങും, നീ ഉറങ്ങും. പക്ഷേ കുശവൻ മയങ്ങുന്നില്ല, കുശവൻ ഉറങ്ങുന്നില്ല. അവൻ്റെ സ്വപ്നം മുഴുവൻ ഈ മണ്ണിൻ്റെ മേലും, ഈ മണ്ണിൻ്റെ ആശ്രയം മുഴുവൻ ഈ കുശവൻ്റെ മേലുമാണ്. സ്തോത്രം പറയാൻ കഴിയുമോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ കുശവൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഈ ഒരു പിടി മണ്ണിലാണ്. ഈ മണ്ണിൻ്റെ മുഴുവൻ ആശ്രയം ഈ മീതെ ചലിക്കുന്ന കുശവൻ്റെ കയ്യിലാണെങ്കിൽ, കുഞ്ഞെ, ഇന്ന് രാവിലെ നിന്നോട് ആത്മാവിലൊരു ദൂത് പറയട്ടെ. നിനക്ക് അല്പം പ്രതികൂലങ്ങൾ വന്നു കാണും, അല്പം പ്രതിസന്ധികൾ വന്നു കാണും, അല്പം ഉടഞ്ഞ അനുഭവങ്ങൾ വന്നു കാണും. പേടിക്കേണ്ട, ഗാർബേജ് തള്ളത്തില്ല. നിന്നെ ഒന്ന് ഉടച്ചു പണിയാൻ പോകുകയാണ്. ദൈവത്തിന് ഹിതപ്രകാരം നിന്നെ ഒന്ന് ഉടച്ചു പണിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ, ജാഗ്രതയുള്ളൊരു കുശവൻ,
കറങ്ങുന്ന ഒരു ചക്രം, കുശവന്റെ കയ്യിലെ മണ്ണ്, ഒരു പ്രതീക്ഷയും ഒരു സ്വപ്നവും, ഒരു പ്രോസസ്സിങ് നടക്കുകയാണ്. അപ്പൊ തന്നെ ആ പ്രോസസ്സിന്റെ പിൻപിൽ കുശവനൊരു പർപ്പസ് ഉണ്ട്. എല്ലാവരും സ്വതന്ത്രം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്നെ ഉടച്ചതിൻ്റെ പുറകിൽ, നിന്നെ തകർത്തതിൻ്റെ പുറകിൽ മീതെ ചലിക്കുന്ന കരത്തിൻ്റെ ഉടമസ്ഥനായ കുശവന് നിന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, നവോമിയുടെ കുടുംബത്തെ തകർത്തു. സമാധാനത്തിന്റെ പട്ടണമായ, അപ്പങ്ങളുടെ പട്ടണമായ, ആലയത്തിന്റെ പട്ടണമായ, ആരാധനയുടെ പട്ടണമായ, രാജാവിന്റെ പട്ടണമായ യെരൂശലേമിൽ നിന്ന് മോവാബിലേക്ക് തള്ളിവിട്ടു. ഫലം, ഭർത്താവ് മരിക്കുന്നു, 2 ആൺമക്കൾ മരിക്കുന്നു, ഒരു മകൾ ചുംബിച്ച് മടങ്ങിപ്പോകുന്നു, 2 വിധവമാര് ശേഷിക്കുന്നു. ലോകം പറഞ്ഞു എല്ലാം തകർന്നു, എല്ലാം തകർന്നു. ഇല്ല, നിന്റെ കൂടെ വന്ന മരുമകളെ ബേത്ലഹേമിൽ കൊണ്ടുവന്ന് അവളെ ബോവസിന്റെ വയലിന്റെ യജമാനത്തിയാക്കി, ബോവസിൽ നിന്ന് അവക്ക് ലഭിക്കുന്ന തലമുറയിലൂടെ ലോകരക്ഷകനെ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ പുറകിലാണ് ഒരു കുടുംബം ഉടഞ്ഞതെങ്കിൽ ഒരു കാര്യം ഓർത്തോണേ, തകർച്ചയുടെ പുറകിൽ ദൈവത്തിന് ദീർഘമായൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? യേശുക്രിസ്തുവിൻ്റെ വംശാവലി എഴുതിയപ്പോൾ അബ്രഹാം മുതലുള്ള തലമുറകളെ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ, അബ്രഹാം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ പ്രവാസം വരെ, പ്രവാസം മുതൽ യേശുക്രിസ്തു വരെയുള്ള 42 തലമുറകളെ എണ്ണിയപ്പോൾ അതിനകത്ത് മോവാബ്യ സ്ത്രീയായ രൂത്തിന്റെ പേരും എഴുതിയത് നവോമിയുടെ കുടുംബം തകർന്നത് കൊണ്ടാ. ഞാൻ പറഞ്ഞു വരുന്ന ദൂത്, ഉടയുന്നതിന്റെ പുറകിൽ കുശവനൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി അബ്രഹാമിന്റെ കൂടെ ദാസിയായി ഹാഗാർ കയറി വരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ! വീട്ടിൽ നിന്ന് അവളെ ആട്ടി ഓടിക്കുന്നു. തമ്പുരാൻ പറഞ്ഞു, പോയി നിന്റെ യജമാനതി സാറയ്ക്ക് കീഴടങ്ങിയിരിക്കുക. എത്ര വർഷം? എൻ്റെ സമയം വരെ. ദീർഘമായ 17 വർഷം നിന്ന സഹിച്ചുകൊണ്ട് സാറയുടെ കീഴിൽ ഹാഗാർ പാർത്തു. എന്തിനെന്നറിയാമോ? ദൈവം ഒരു ടൈമിലേക്ക് നടത്തുക. ഉടച്ചവൻ അറിയാം എപ്പോൾ പണിയണമെന്ന്. ഏതാണ്ട് ഇസ്മായിലിന് 17 വയസ്സായപ്പോൾ അബ്രഹാമും സാറയും കൂടി ഒരു തുരുത്തി വെള്ളവും ആദാനം അടയും കൊടുത്ത് ഹാഗാറിനെ ഇറക്കി വിട്ടു. ദൈവത്തിൻ്റെ സമയമായിരുന്നു. ഇപ്പം ദൈവം പറഞ്ഞില്ല, പോയി കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞില്ല. ദൈവം പദ്ധതി തുടങ്ങി അവക്ക് വേണ്ടി. അല്ലെങ്കിൽ അബ്രഹാം കൊടുത്ത് തീരുന്നത് വരെ ദൈവം മിണ്ടാതെ ഇരുന്നു. ദൈവം നിന്റെ മറുപടി തരാൻ വൈകുന്നത് നിന്റെ ചില ആശ്രയങ്ങൾ ഇന്ന് പകൽക്കാലം മാറണം. ഹല്ലേലൂയ. ആരിലൊക്കെയോ അബ്രഹാമിലൊക്കെ ആശ്രയിക്കുന്നത് പോലെയുള്ള ആശ്രയം മാറി. എല്ലാം തീർന്നു, -0-യിലായി. വെള്ളവും പറ്റി, അപ്പവും തീർന്നു. ഇപ്പോൾ അവൾ കണ്ണടച്ചു, മുറുക്കി കണ്ണടച്ചു. ഒറ്റ ആഗ്രഹം, മോൻ ചാകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണരുത്. സ്വർഗം പറഞ്ഞ് ഹാഗാറെ തുറക്ക്, ഞാൻ പ്രവൃത്തി ആരംഭിച്ചു, എൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാ. അടഞ്ഞ കണ്ണിനെ തുറപ്പിച്ചിട്ട് ഹാഗാറിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഉറവയെ തുറക്കാൻ കഴിയുന്ന ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ദൈവം നിന്നെ പണിയാൻ ആഗ്രഹിക്കുകയാ. കളറി നല്ല പരിചയസമ്പന്നനായ മുക്കുവ വീരനായ പത്രോസ് രാത്രി മുഴുവൻ വീശി. ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. മുഴുവൻ ശൂന്യത. ഒരു സ്തോത്രം പറഞ്ഞേ. പടക് ശൂന്യത, വലം ശൂന്യത, മനസ്സ് ശൂന്യത, എല്ലാ ശൂന്യതയല്ലാതെ ഒന്നുമില്ല. പക്ഷേ ഒരുവൻ നടന്നു വരുന്നുണ്ട്. ഗലീലയുടെ കരയ്ക്കൂടെ ഒരുത്തൻ നടന്നു വരുന്നുണ്ട്. അവന് മറ്റുള്ള ആരുടെ പടക് വേണ്ട. ശൂന്യത വന്നവന്റെ പടക് നോക്കി നടക്കുകയാ. ഇന്ന് രാവിലെ ആരാധനയിൽ ആ രാത്രി മുഴുവൻ വീശി വലഞ്ഞിട്ടും നിറയാത്ത ചില ശൂന്യതകളെ നിറയ്ക്കാൻ രാവിലെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ. നിന്റെ പടക് നിറയ്ക്കുന്ന
ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. രൂത്തിനോട് നവോമി പറഞ്ഞു, ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. ഇന്ന് നീ അലക്ഷ്യമായി നിൽക്കരുത്. ഇന്ന് നീ കുളിക്കണം, ഇന്ന് നീ തൈലം പൂശണം, ഇന്ന് ഒരുങ്ങണം. നീ അധ്വാനിച്ച വയലിൽ, കാലാപറക്കിയ വയലിൽ, ഒരു സ്വതന്ത്രം പറഞ്ഞേ, ആരാണ്ടൊക്കെ പൊടിച്ചിട്ട് കൊടുത്ത ഗോതമ്പ് മണി പറക്കി മുറം നിറച്ച ഈ രൂത്തിനോട് അമ്മായി പറഞ്ഞു, ഇത് നിന്റെ വിടുതലിൻ്റെ. നീ ഏത് വയലിൽ കാല പറക്കിയോ, നീ എവിടെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ വെച്ച ആഹാരവും ചാറും ഒക്കെ മുക്കി കഴിച്ചോ, ആ വയൽ ഈ രാത്രി നിനക്ക് തരാൻ പോകുകയാ. നിനക്ക് നിന്റെ ആ പ്രോസസ്സിങ്ങിൻ്റെ അതേ പുറകിലുള്ള ദൈവത്തിൻ്റെ പർപ്പസ് ഇന്ന് നടക്കാൻ പോകുകയാ. ഈ ദൂത് കേൾക്കുന്ന ലൈവിലുള്ളവർ പറയട്ടെ, ദൈവകരം നിന്റെ കൂടാരത്തിൽ ചലിക്കുന്ന രാത്രിയാ. ആ രാത്രി അവള് വിടുവിക്കാൻ കഴിവുള്ള ബോബസിന്റെ കാൽക്കൽ കിടന്നപ്പോൾ അധികാരത്തിന്റെ പുതപ്പ്, അവകാശത്തിന്റെ പുതപ്പ്, അനുഗ്രഹത്തിന്റെ പുതപ്പ് അവിടെ മേൽ വീണെങ്കിൽ, ഒരു മനുഷ്യൻ വർഷങ്ങളായി കണ്ടത്തിൽ അപ്പന്റെ കാളകളെ പൂട്ടിക്കൊണ്ട് 12 കാളയുടെ പുറകിൽ ഇങ്ങനെ പോകുകയാ. നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല കഠിനാധ്വാനിയായ മനുഷ്യൻ, അപ്പന്റെ അവകാശങ്ങളെ നശിപ്പിക്കാതെ അതിനകത്ത് അധ്വാനിക്കുന്ന മനുഷ്യൻ. പക്ഷെ കോരേബ് കയറിയ ഏലിയാവോട് ദൈവം പറഞ്ഞു, ഇന്ന് നീ വഴി പോകുമ്പോൾ ഏലിശ കണ്ടം മുഴുവൻ അതുവഴി പോകണം. ഒരു സ്തോത്രം പറയണം. ഏലിശ കണ്ടുപിടുന്ന ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇന്ന് ഏലിയാവേ നീ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കണം. എനിക്ക് നിന്റെ പുതപ്പ് ഒരുത്തൻ്റെ മേലിടാനുണ്ട്. ഇന്ന് രാവിലെ ദൈവബലി നീ ഇവിടെ വന്നതല്ല, സ്വർഗം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിന്റെ മേൽ ഇന്ന് രാവിലെ ഒരു പുതപ്പിടാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. രൂത്തിന്റെ മേൽ ബോവസിന്റെ പുതപ്പ് വീണതുപോലെ, ഏലിശയുടെ മേൽ ഏലിയാവിന്റെ പുതപ്പ് വീണതുപോലെ, അപ്രതീക്ഷിതമായി കഠിനാധ്വാനിയായ ചെറുപ്പക്കാരന്റെ പുറത്തേക്ക് ഒരു കാറ്റത്ത് പറന്നു വരുന്നത് പോലെ കോരേബിൽ കയറി വിടുതൽ പ്രാപിച്ചിറങ്ങി വരുന്ന ഭക്തന്റെ പുതപ്പ്, പാറയുടെ പിളർപ്പിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് കടന്നു പോയപ്പോൾ മുഖം മൂടിയ പുതപ്പ്, ദൈവ തേജസ് പകർന്ന പുതപ്പ് ഈ കർഷക വീരന്റെ പുറത്തേക്ക് വന്ന് വീണപ്പോൾ അവൻ ചെന്ന് പറഞ്ഞു, യജമാനനെ, എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അപ്പനോട് അനുവാദം ചോദിച്ചൊന്ന് വരാൻ അനുവദിക്കണം. ഒറ്റ നിമിഷം കൊണ്ട് ഏലിശ ഏലിയാവിൻ്റെ ദാസനായി മാറി. അവൻ പറയണ, എന്നെ അനുവദിക്കണം വീട്ടിൽ വരെ പോയി വരാൻ. ആരായി ചോദിക്കുന്നേ? 12 കാളയെ പൂട്ടുന്ന വലിയ വയലിൻ്റെ യജമാനനായ മനുഷ്യൻ ചോദിക്കുകയാണ്, എൻ്റെ അപ്പനെ കാണാൻ നീ അനുവാദം തരണം. അർത്ഥം, രാവിലെ കണ്ടം പൂട്ടാൻ വരുമ്പോൾ അപ്പൻ്റെ മോൻ, പക്ഷെ പുതപ്പ് വീണപ്പോൾ ദൈവത്തിൻ്റെ മകൻ. തിരിച്ചു പോയത് ഏലിയാവിൻ്റെ അനുവാദം. ഏലിയാവ് പറഞ്ഞു, പൊക്കോ, ഒരു കാര്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് നീ ഓർത്തോണം. സ്വത്രം പറഞ്ഞേ, ഇന്ന് രാവിലെ ലോകം നിന്നെ മാടി വിളിക്കും, പക്ഷെ നീ ഇന്ന് രാവിലെ ഓർക്കേണ്ടത്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. ചിലർക്ക് വേണ്ടി ദൈവം ഇന്ന് രാവിലെ അസാധാരണമായൊരു ദയ കാണിക്കാൻ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ചില അർഹതയുടെ നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും ഞങ്ങളെ നടത്തിയെന്ന് പറയുവാൻ തേജസ് പകർന്ന പുതപ്പ്
കാല പൂട്ടുന്നവന്റെ ദേഹത്തേക്ക് വീണപ്പോൾ അവൻ അപ്പനോട് അനുവാദം ചോദിച്ച് വന്ന് കാളയെ അറുത്തു, കലപ്പ വെട്ടിക്കീറി. അതുവരെ എന്തിലായിരുന്നു അവന്റെ ശ്രദ്ധ? അതുവരെ എന്തിനു വേണ്ടിയാണോ അവൻ നിന്നത്? അതെല്ലാം പുതപ്പ് വീണവന് വേണ്ടി മാറ്റി. ഒരു സ്വത്രം പറയണം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം നിനക്കായി ചലിച്ചാൽ നിന്റേതായതെല്ലാം ഒന്ന് വിട്ടിട്ട് പുതപ്പിട്ടവന്റെ പിന്നാലെ ഒന്ന് പോകാൻ തയ്യാറായാൽ ഒരിരട്ടി ആത്മശക്തി ഇന്ന് രാവിലെ ദൈവം നിന്റെ മേൽ പകരാൻ പോകുകയാ. ക്ഷീണിച്ചു വന്ന ചില മനസ്സുകളെ ഇന്ന് രാവിലെ ദൈവം ബലപ്പെടുത്തുകയാ. ഹല്ലേലൂയ. കാലാപറക്കിയെ വയലിന്റെ യജമാനത്തിയാക്കിയ ദൈവം അപമാനിച്ചവരുടെയും നിന്ദിച്ചവരുടെയും മത്സരിച്ചവരുടെയും ചോദ്യം ചെയ്യപ്പെട്ടവരുടെയും മുമ്പിൽ ഒറ്റ രാത്രി കൊണ്ട് മത്സരികളുടെ 12 വടിയെ ഉണക്കി. പ്രാർത്ഥിച്ചവന്റെ വടിയെ ഒറ്റ രാത്രി കൊണ്ട് തളർത്ത് പൂത്ത് കായ്ച്ച് ബദാം ഫലമുളവാക്കിയ ഒരു ദൈവം ഇവിടെയുണ്ട്. രാവിലെ ആരോടൊക്കെയോ ദൈവം പറയുന്നു, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്റെ ദൈവത്തിന് ഒറ്റ രാത്രി മതി. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. ഇന്ന് പകരം ദൂത് പറയുമ്പോൾ തന്നെ വർഷങ്ങളുടെ പുറകിലുള്ള ചില മത്സരത്തിന്റെ പോരുകളെ വിശ്വസിച്ചാരാധിക്കാം, വിശ്വസിച്ചാരാധിക്കാം യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഒരു ദൂത് പറയാം. പ്രൈസ് ദി ലോർഡ്. മന്ന തിന്നുന്ന ജനം, പാറയിലെ വെള്ളം കുടിക്കുന്ന ജനം, കാടയുടെ ഇറച്ചി തിന്ന ജനം, മേഘത്തിൻ കീഴെ സഞ്ചരിക്കുന്ന ജനം, അഗ്നിത്തൂണിന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്ന ജനം, ചെരുപ്പ് പഴകാത്ത ജനം, വസ്ത്രം പഴകാത്ത ജനം നടത്തിപ്പുകാരനെതിരെ തിരിഞ്ഞു. മോശയ്ക്കും അഹരോനുമെതിരെ പിറുപിറുത്തു. മത്സരികളായി. ഗായക സംഘം മൊത്തം മത്സരികളായി. 120 പേര്. ഹോരഗ്, ദാദാൻ, അബീരാം കൂട്ടുകെട്ടുകൾ മത്സരിച്ചു. മോശയ്ക്ക് ഒരു പണിയെ അറിയത്തുള്ളൂ. മത്സരികളോട് മറുപടി പറയാൻ ആർക്കറിയത്തില്ല. ഒന്നാമത് വിക്കൻ. രണ്ടാമത് പുള്ളി മറുപടി പറയത്തില്ല. പുള്ളിക്ക് ഒരു കാര്യം അറിയാം, പ്രശ്നം വരുമ്പോൾ നെടുമ്പാട് വീഴും. പ്രശ്നം വരുമ്പോൾ നെടുമ്പാട് വീണപ്പോൾ വിളിച്ചവൻ എഴുന്നേറ്റു. കാരണം 40 വർഷം തകർത്തിട്ട് പണിതവനാ. 40 വർഷം കൊട്ടാരത്തിൽ സൂചി ജീവിച്ചവനെ പിന്നത്തെ 40 വർഷം മരുഭൂമിയിലിട്ട് കഷ്ടപ്പെടുത്തി. നിനക്ക് കൊട്ടാര തുല്യമായ അനുഭവങ്ങൾ മാറി മരുഭൂമിയുടെ കഷ്ടത വരുന്നെങ്കിൽ ഓർത്തോ, അതിനൊരു പരിസമാപ്തിയുണ്ട്. പരിസമാപ്തിയായപ്പോൾ തമ്പുരാൻ ഇറങ്ങി. മോശയെ വിളിക്കാൻ ഫറവോനില്ല, മോശയുടെ അപ്പനില്ല, അമ്മയില്ല, ചേട്ടനില്ല. പക്ഷെ സ്വർഗം വിളിച്ചു, മോശേ മോശേ, എൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞടാ, എൻ്റെ പർപ്പസിന് വേണ്ടി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുകയാ. ഇന്ന് രാവിലെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോയവനെ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവത്തിന്റെ അഭിഷേകം പകർന്ന്, ഓ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അഭിഷേകം കിട്ടിയ മോശയ്ക്കെതിരെ, അവനെ നാവാക്കി മാറ്റിയ അഹരോനെതിരെ പിറുപിറുത്തപ്പോൾ മോശ എന്ത് ചെയ്തു? നെടുമ്പാട് വീണു. നെടുമ്പാട് വീണപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എഴുന്നേക്ക് മോനെ, നീ വീഴുന്നത് കാണാനുള്ള മനസ്സെനിക്കില്ല. നീ എഴുന്നേറ്റ് കൂടാരത്തിന്റെ വാതിക്കൽ വാ, ഞാൻ ഇന്ന് ഇടപെടും. മത്സരികളെ ഉണക്കി. സ്വോത്രം പറയണം. രാവിലെ ആത്മാവ് പറയുന്നു, മത്സരികളെ ദൈവം ഉണക്കും. അത് ആരുമായിക്കൊള്ളട്ടെ, ഘോരകാകട്ടെ, ദാദാമനാകട്ടെ, അബീരാമാകട്ടെ, അവൻ ആരുമാകട്ടെ, മത്സരികളെ ഉണക്കിയിട്ട് നെടുമ്പാട് വീണവനെ, കരഞ്ഞവനെ പണിതെടുക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. അവന്റെ മുഖപ്രകാശം നിന്റെ മേൽ വീഴുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. മത്സരി വീണ് കിടന്നാലും മത്സരിച്ചുകൊണ്ടിരിക്കും. മത്സരിക്കിട്ട് എണ്ണിച്ചിരിക്കാൻ വയ്യാതെ ഇരുന്നാലും മത്സരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നവനൊന്ന് വീണാൽ മതി. വീണാൽ ആ രാത്രി ദൈവം ഇറങ്ങും.
ഒറ്റ രാത്രി വെയിലില്ല, പുകയില്ല, തീയില്ല, 12 കമ്പ് ചൂട്ടുപോലെ ഉണങ്ങി. ഇന്ന് രാത്രി ഉണക്കാൻ തുടങ്ങിയാൽ ചൂട്ടുപോലെ ഉണക്കും കേട്ടോ. പക്ഷെ അതിനിടയ്ക്ക് പേരെഴുതിയ വടി. ഇന്ന് രാവിലെ പേരെഴുതിയ ചിലരുണ്ട് കേട്ടോ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒന്ന് തളിർപ്പിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഈ രാവിലെ വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഏറ്റവും ബലപ്പെടുത്തിയ ഒരു ദൂത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയാം. പിശാച് എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തോ ചെയ്യും? ചോദ്യം. ഈ പഴം തിന്നാലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ പഴം തിന്നാൻ കാണുവാൻ ഭംഗിയുള്ളതല്ലേ? തിന്നാൻ രുചിയുള്ളതല്ലേ? തിന്നാൻ മരിക്കുമെന്ന് പറഞ്ഞു. പിശാച് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഈ ശക്തിയുടെ രഹസ്യം എന്നാണ്? ചോദിച്ച് അവസാനം ജഡയുടെ അകത്താണെന്ന് പറയുന്നത് വരെ ചോദിച്ചുകൊണ്ടിരുന്നു. ചോദ്യം നിന്റെ വായിൽ നിന്ന് വരുന്നത് വരെ എന്ത് ചെയ്യും? പറയില്ലാരും ചോദിച്ചുകൊണ്ടിരിക്കും. നീ ഉത്തരം പറയരുത്. ഈ ഔവ്വ ഉത്തരം പറയാതിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല. ഇവനോട് ഉത്തരം പറയാൻ പോയതാണ് അടുത്ത ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്നോ കിട്ടി? ഇത്രയും നാൾ തുള്ളിയിട്ട് എന്നോ കിട്ടി? കഴുത്തും കാതും പറഞ്ഞിട്ട് എന്നോ കിട്ടി? പെന്തിക്കോസിൽ പോയിട്ട് എന്നോ കിട്ടി? ഒരിടത്തെ പോരാഞ്ഞിട്ട് മറ്റിടത്തൂടെ പോയിട്ട് എന്നോ കിട്ടി? ഇതൊക്കെ ചോദിക്കുമ്പോൾ നീ മറുപടി പറയൽ. സ്വത്രം പറഞ്ഞേ. നീ ആരോടും എന്ത് പറയാൻ പോകണ്ട, മറുപടി പറയാൻ പോകണ്ട. നീ ഒന്ന് നെടുമ്പാട് വീണേ. ഒരു പ്രോസസ്സിങ് നടക്കുക. അങ്ങനെ തന്നെ ദൈവം പറയുന്നു, നിന്റെ മേൽ കുശവന്റെ കൈ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഹിതമുള്ള ഒരു പാത്രമാക്കി നിന്നെ മാറ്റാൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ്റെ പർപ്പസിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒന്നാക്കി നിന്നെ മാറ്റാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. ഈ പ്രതികൂലത്തിൻ്റെ അപ്പുറത്ത്, ഈ പ്രതിസന്ധിയുടെ അപ്പുറത്ത്, ഈ തകർച്ചയുടെ അപ്പുറത്ത്, ഈ വെല്ലുവിളിയുടെ അപ്പുറത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ആടുമേയിച്ച് 40 വർഷം നടന്നവനോട് ദൈവം പറഞ്ഞു, എൻ്റെ പർപ്പസ് നിന്നെ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാക്കി മാറ്റാൻ പോവുക. സ്വതന്ത്രം പറഞ്ഞ് മീൻ പിടിച്ച് കുഴഞ്ഞവനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോകുക. ഒരു സ്വോത്രം പറഞ്ഞു ഇന്ന് രാവിലെ. ഹല്ലേലൂയ. നിന്റെ ശൂന്യതയുടെ പുറകിൽ മറ്റൊരു പർപ്പസിലേക്ക് ദൈവം നിന്നെ നടത്തുക. പത്രോസേ, നിന്റെ പടക് ശൂന്യമാക്കിയത് എൻ്റെ പരിപാടി നടത്താനാ. നീ ഇന്നുവരെ കൂടെ മീൻ പിടിച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ നിന്റെ പണി മനുഷ്യരെ പിടിക്കുന്നവനാ. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ചവൻ പറഞ്ഞു, വാക്കിനൊരു വിലയില്ലാത്ത മനുഷ്യനാ. ഞാൻ നിന്റെ കൂടെ ചാകാൻ മനസ്സാണ്. എന്നെ കൊന്നിട്ടില്ല, നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല, എൻ്റെ ഈ വാളുണ്ട് എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ രാത്രി നേരം വിളിക്കാൻ 3 പ്രാവശ്യം എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. പ്രാഗിയാണ്. വാക്കിന് യാതൊരു വിലയില്ല. വാക്കിന് വിലയില്ലാത്തവനെ നിഴലിന് ദൈവം വിലയാക്കി. സ്വത്രം പറയണം. 5 കാശിന് വാക്കിന് വിലയില്ലാത്തവൻ്റെ നിഴലിന് ദൈവം വിലയുണ്ടാക്കി. ഇപ്പം അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴല് തട്ടാൻ രോഗികളെ കൊണ്ടിട്ടിരിക്കുക. ഷാഡോ അടിച്ച് ജീവിതം. നിന്റെ ജീവിതത്തിൻ്റെ ചില ശൂന്യതകൾ നിന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഇറങ്ങാനാണെന്ന് ഇന്ന് രാവിലെ ആത്മാവിൽ വിശ്വസിക്കാൻ. വിശ്വസിച്ചോ? നിഴലിനകത്ത് പോലും ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ ഈ ലൈവ് കാണുന്നവരുടെ കൂടാരത്തിൽ പോലും ഒരു ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. ഒരു മഹത്വം അവിടെ ഇറങ്ങുകയാണ്. ചിലരുടെ മേൽ മഹത്വം ഇറങ്ങാൻ ദൈവത്തിന് രാവിലെ പദ്ധതിയുണ്ട്. എത്ര പേര് ഈ രാവിലെ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? മോശയെ പണിത ദൈവം, പത്രോസിനെ പണിത ദൈവം, രൂത്തിനെ പണിത ദൈവം, നവോമിയുടെ കുടുംബത്തെ പണിത ദൈവം ഇന്ന് രാവിലെ നിന്നെ പണിയുക.
അപ്പൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, 7 ചേട്ടന്മാര് പറഞ്ഞു ഇവനെ 5 കാശിന് കൊള്ളത്തില്ല, ആടിനെ തീറ്റാനേ കൊള്ളത്തുള്ളൂ. അവനെ ആടിനെ തീറ്റാൻ വനത്തിൽ തള്ളി വിട്ടു. അവൻ ആടിൻ്റെ കൂടെ ജീവിക്കുകയാണ്. പക്ഷെ അന്നേരവും അവൻ ആട് തിന്നാൻ പോകുമ്പോൾ അല്ലെ ചുമ്മാതിരുന്നില്ല, കയ്യിലെ കൊച്ചു കിന്നരം എടുത്തു. അവനിങ്ങനെ അല്ലെ കിന്നരം വായിച്ചുകൊണ്ട് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ നടന്ന് ഇങ്ങനെ കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൗമേലിനോട് ദൈവം പറഞ്ഞു, ശൗമേലേ നീ എഴുന്നേക്കണം, നീ എഴുന്നേറ്റിട്ട് നീ ചെന്നിട്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. സ്വത്രം പറഞ്ഞേ, ഞാൻ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അവൻ ചോദിച്ചു എവിടാ? അത് ഈശായുടെ വീട്ടിൽ ശൗമേൽ ചെന്ന് കയ്യിൽ തൈലക്കൊമ്പെടുത്തോണം, തൈലം നിറച്ചുകൊണ്ട് തിളയ്ക്കുന്ന തൈലവുമായിട്ട് അല്ലെ ഇങ്ങനെ ആത്മാവ് ചലിക്കുന്ന തൈലവുമായിട്ട് ശൗമേൽ ചെന്നപ്പോൾ 7 പിള്ളേരെ ലൈനായിട്ട് നിർത്തി. എല്ലാവരും നല്ല പട്ടാളക്കാരാ, 52 ഇഞ്ച് നെഞ്ചുവിരിവ്, നല്ല 6 അടി 5 ഇഞ്ച് പൊക്കം, നല്ല ഹൈറ്റ് വെയിറ്റ്, നല്ല മാന്യമായ വിദ്യാഭ്യാസം, അപ്പൻ്റെ ഇഷ്ടമക്കള് ഇവരെല്ലാം ഉള്ളപ്പോൾ അവരെല്ലാം വന്നു. ഇങ്ങനെ ശൗമേൽ തൈലം പിടിച്ചുകൊണ്ട് നിൽക്കുക, തലയിൽ ഒഴിക്കാൻ വന്നോനെല്ലാം തൈലത്തിൻ്റെ കീഴെ കൂടെ. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ അവനെ കണ്ടിട്ടില്ല, ഞാൻ അവനെ തിരഞ്ഞെടുത്തിട്ടില്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല. 7 കീഴെ കൂടെ പോയി. ഉടനെ ശൗമേൽ ചെനിയും പിള്ളേരും വല്ലതും ഉണ്ടോടോ? ഉടനെ പറഞ്ഞു, ഒരുത്തനുണ്ട്, അവനെ ഈ പ്രോഗ്രാമിനൊന്നും വിളിക്കാൻ കൊള്ളാവുന്നവനല്ല, അവനങ്ങ് കാട്ടില്ല. ശൗമേൽ പറഞ്ഞു, അവൻ കൂടെ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിരിക്കത്തില്ല. അവനെ ആളയച്ചു വരുത്തി. രാവിലെ ദൂത് പറയാം, ഇന്ന് പകൽ ചിലതിനെ ആളയച്ചു വരുത്താൻ പോകുകയാണ്. അല്ലെ കാരാഗ്രഹത്തിൽ ആളയച്ച് യോസഫിനെ വരുത്തിയതുപോലെ, പത്രോസിനെ ആളയച്ച് കൊർന്നല്യോസ് വരുത്തതുപോലെ, ഇന്ന് രാവിലെ ദാവീദിനെ ആളയച്ചു വരുത്തിയതുപോലെ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞതിനെ, അല്ലെ ഉപേക്ഷിച്ചതിനെ, വെറുത്തതിനെ ഇന്ന് രാവിലെ തേടി വരുന്നൊരു ദൈവം. അപ്പൊ ഈ ദാവീദ് പ്രാർത്ഥിക്കുക, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ഹലോ, ഞാൻ ഒരു വ്യസനപാത്രമായി തീർന്നിരിക്കുന്നു, ഞാൻ മറ്റുള്ളവരെക്കാൾ ഒരു നിന്നാപാത്രമായി എന്നൊക്കെ പറഞ്ഞ് കാട്ടിപ്പാടുമ്പോൾ ഒരു 3-4 പേര് വരുന്നു. ദാവീദേ, ആടവിടെ നിൽക്കട്ടെ, നീ വേഗം വരാൻ പറഞ്ഞു. അവൻ ചെന്ന വീടിൻ്റെ പടിക്ക് ചെല്ലുമ്പോൾ ശൗമേൽ പറയുകയാണ്, ഞാൻ കണ്ടവൻ വരുന്നുണ്ട്. ശൗമേൽ സൂക്ഷിച്ച് നോക്കിയപ്പം സുനേത്രൻ. ആരാണ് പറഞ്ഞേ? കോമളരൂപി, പവിഴ നിറമുള്ളവൻ. ഈ 7 പിള്ളേരും കഴിക്കുന്നത് ബോൺവിറ്റായും ബൂസ്റ്റും ഹോർലിക്സും മറ്റും കാട്ടിക്കിടക്കുന്നവനാ. പകലത്തെ വെയില്, രാത്രിയിലത്തെ മഞ്ഞ്, പിന്നെ വന്യമൃഗങ്ങളുടെ ഭയം. സിംഹം വരുന്നു, കരടി വരുന്നു, ഭയപ്പെട്ടിരിക്കുക. ഭയവും ഭീതിയുള്ള മനുഷ്യൻ എങ്ങനെ ഇരുന്നത്? പവിഴ നിറം. സ്വോത്രം പറഞ്ഞേ. ദൈവം കണ്ടവൻ്റെ നിറം വേറെയാണ്, ദൈവം കണ്ടവൻ്റെ ശൈലി വേറെയാണ്. ഒരു സ്വോത്രം പറയണം. അതിന് അപ്പൻ്റെ ആഹാരം ഒന്നും വേണ്ട കേട്ടോ. അവൻ പവിഴ നിറമുള്ളവൻ, സുനേത്രൻ, കോമളരൂപി. ശൗമേൽ പറഞ്ഞു, ശൗമേലെ കണ്ടവനാ വരുന്നത്, അഭിഷേകം ചോളാൻ പറഞ്ഞു. എടുത്തൊരു ഒറ്റ ഒഴിക്ക തലയിലോട്ട്. അപ്പൻ നോക്കി നിൽക്കുമ്പോൾ, നിന്നിച്ച് അപ്പൻ നോക്കി നിൽക്കുമ്പോൾ, അപമാനിച്ച് അമ്മ നോക്കി നിൽക്കുമ്പോൾ, ഒറ്റപ്പെടുത്തി 7 ചേട്ടന്മാർ നോക്കി നിൽക്കുമ്പോൾ, അവൻ്റെ തലമേൽ അഭിഷേകം വീണിട്ട് അവനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, ഉടച്ചത്. നിന്റെ ഇന്നത്തെ പ്രോസസ്സുകളുടെ പുറകിൽ ദൈവത്തിന്റെ പർപ്പസ് വെളിപ്പെടുകയോ. ദൈവം പറഞ്ഞു, ശൗമേലെ നീ അവനോട് പറയണം, അപ്പന്റെ പരിഗണനയിൽ മാക്സിമം പോയാൽ ഒരു ആട്ടിടയൻ, പക്ഷെ എൻ്റെ പരിഗണനയിൽ ഇസ്രായേലിന്റെ രാജാവ്. സ്വോത്രം പറഞ്ഞില്ല. ദൈവം കണ്ടത് നിന്നെ രാജത്വത്തിലേക്ക് നടത്താനാ. കർത്താവിൻ്റെ മക്കളും കർത്താവിൻ്റെ ദാസന്മാരും രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാ. ഇന്ന് രാവിലെ ആരോടോ ദൈവം പറയുന്നു, ഒരു രാജകീയ അഭിഷേകം നിന്റെ മേൽ രാവിലെ പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തലമുറകളുടെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏറ്റെടുക്കുന്നവരോ ഹല്ലേലൂയ. ചതഞ്ഞയോടെ ഓടിക്കാത്തവൻ,
തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം. ഓ ചതഞ്ഞ ഓടയോടിക്കാത്തവൻ പുകയുന്ന തിരിയെ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം യേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ. കരങ്ങളൊന്ന് ഉയർത്തി. നീ എൻ പക്ഷം, നീ എൻ പക്ഷം, നീറും വേളകളിൽ. ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ഒരിക്കലൂടെ ചതഞ്ഞ ഓടയോടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം യേശു. ചതഞ്ഞ ഓടയവൻ പറഞ്ഞ് ഓടിക്കത്തില്ല. പുകയുന്ന തിരിയെ അവൻ കെടുത്തത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭാരങ്ങളുടെ നടുവിൽ നീറി നീറി പുകഞ്ഞിരിക്കുന്ന നിന്നോട് രാവിലെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവ് ദൂത് പറയുന്നു. പുകയുന്ന നിന്നെ കെടുത്തിക്കളയാതെ വീണ്ടും കത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഓടയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ മിസ്രൈമിൻ്റെയും കനാന്റെയും അതിരിൽ കൂടെ ഒഴുകുന്ന മിസ്രൈമിൻ കടലിൻ്റെ അല്ലെ നൈൽ നദിയുടെ തീരത്ത് വളരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ഞാങ്ങണ. മോശയ്ക്ക് പെട്ടകം ഉണ്ടാക്കിയതൊക്കെ അതുകൊണ്ടാണ്. പ്രൈസലോ. ഞാങ്ങയുടെ ഒരു പ്രശ്നം, എപ്പോഴും ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ചരിയും ഇങ്ങോട്ടും ചരിയും. അങ്ങനെ ചരിയുമ്പോൾ ഞാങ്ങയുടെ ബലം കുറഞ്ഞ ഭാഗങ്ങൾ ചതയും കാറ്റിൻ്റെ ശക്തി. പ്രൈസലോ. സാധാരണ ചതഞ്ഞാൽ അത് പിന്നെ മുകളിലോട്ട് കിളിക്കാത്തതുകൊണ്ട് ചതഞ്ഞിടമ്പ് എന്ത് ചെയ്യും? മുറിച്ച് കളയും. പക്ഷെ ഭക്തൻ പറയാണ്, മനുഷ്യൻ അങ്ങനെ ചെയ്താലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവം ചതഞ്ഞ ഓടയെ ഒടിച്ച് കളയാത്തവനാ. സ്വോത്രം പറയണം. എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ പ്രതികൂലം കൊണ്ട് നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ഞ് ചരിഞ്ഞ് ചതഞ്ഞ് പോയാൽ അവിടെ വെച്ച് മുറിച്ച് കളയാതെ നിന്നെ വെച്ച് കെട്ടി വീണ്ടും പണിയുന്ന ഒരു നല്ല ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവാത്മാ പറയുന്നു, നീറിപ്പുകയുന്ന നിന്നെ കെടുത്തിക്കളയാതെ വീണ്ടും ഒന്നുകൂടെ കത്തിക്കാൻ നിനക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, തലമുറയ്ക്ക് മാത്രമല്ല, അനേകർക്ക് പ്രകാശം പകരുന്നത് പോലെ നിന്നെ വീണ്ടും അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത് സ്വോത്രം പറയണം. ഹല്ലേലൂയ. പടിഞ്ഞാറ് അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത് രാവിലെ കിഴക്ക് ഉദിച്ചു വരുന്നത് പോലെ വീണ്ടും ഉദിച്ചു വരുന്ന ചില അനുഭവങ്ങളിലേക്ക് ഇന്ന് രാവിലെ ദൈവം ചിലരെ കരം പിടിച്ചുയർത്താൻ പോകുകയാ. ആത്മാവിന്റെ ദൂത് ഏറ്റെടുക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് നിങ്ങൾ എന്നെ മറന്നാലും ഈ ദൂത് മറക്കല്ലേ. ദൈവാത്മാവ് പറഞ്ഞു, അസ്തമിച്ചെന്ന് ആരോ പറഞ്ഞിടത്ത്, അവന്റെ കാര്യം തീർന്നടാ എന്ന് പറഞ്ഞിടത്ത്, അത് പുകഞ്ഞ് പുകഞ്ഞ് നീറി തീരുകയാന്ന് പറഞ്ഞിടത്ത്, സ്വർഗം പറയുന്നു പുകയുന്ന തിരിയെ. എത്ര പേരോട് ചേർന്ന് പറയും? പുകയുന്ന തിരിയെ. കുടുംബത്തിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ,
ബിസിനസ്സിനകത്തെ പ്രശ്നങ്ങൾ, ജോലിയുടെ അകത്തെ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിന്നെ നീറി പുകയ്ക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ഇവിടെ വന്നത് വെറുതെ ആയിട്ടില്ല. ദൈവം അതിനെ നാളി കത്തിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്റെ മുഖത്തെ പ്രകാശം യേശു വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യം വന്നതുപോലെ പിളർക്കപ്പെട്ട ലേഹിയിലെ വിള്ളലിൽ നിന്ന് ശിമിശോൻ വെള്ളം കുടിച്ചപ്പോൾ ചൈതന്യം വന്നതുപോലെ ഇന്ന് രാവിലെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ചൈതന്യം വരുന്ന ചില വിടുതലുകൾ അങ്ങനെ തന്നെ പ്രവചിക്കാൻ ദൈവം പറയുന്നു. ചില വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ചൈതന്യം വരുന്ന ചില വിടുതലുകൾ ദൈവം ഇന്ന് കാലം പകരുകയാ. ഏറ്റെടുക്കുന്നവരെ ആരും മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. ശോഭ കെട്ടുപോയെന്ന് പറഞ്ഞ, വെളിച്ചം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ, എല്ലാം പൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞ, എല്ലാം അസ്തമിച്ചെന്ന് പറഞ്ഞ, കയ്യും കാലും കെട്ടി മുഖം റൂമാല് കൊണ്ട് കെട്ടി കല്ലറയ്ക്കകത്ത് വെച്ചിട്ട് എല്ലാം തീർന്നെന്ന് പറഞ്ഞ് യേശു പറഞ്ഞു, ലാസറേ പുറത്തു വാ. പുറത്തു വന്നപ്പോൾ പറഞ്ഞു, മനുഷ്യൻ കെട്ടിയതെല്ലാം അഴിക്ക്, അവൻ സ്വതന്ത്രനാകട്ടെ. ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോ, നിന്റെ തകർച്ചയുടെ പുറകിൽ ആരൊക്കെയോ നിന്നെ കെട്ടിയിട്ടുണ്ട്. ലാസറിനെ വരിഞ്ഞു മുറുക്കിയതുപോലെ, ലാസറിന്റെ കൈയും കാലും റൂമാല് കൊണ്ട് മുഖവും മറച്ചതുപോലെ വരിഞ്ഞു കെട്ടിയ പോരുണ്ട്. പക്ഷെ ഒരുത്തൻ വാത് വന്നിട്ടുണ്ട്. സാക്ഷാൽ പുനരുത്ഥാനമായ, സാക്ഷാൽ ജീവനായ ഒരുത്തൻ പുറത്തു വന്നിട്ടുണ്ട്. നിനക്ക് വിരോധമായി കെട്ടിയ കെട്ടുകള്, അത് ആഭിചാരമാകട്ടെ, അത് നേർച്ചകാഴ്ചയാകട്ടെ, അത് പൂജകളാകട്ടെ, അത് കർമ്മങ്ങളാകട്ടെ, അത് ചൊല്ലുകളോ ചൊലുത്തുകളോ ആകട്ടെ, ചില ശാപമണ്ഡലങ്ങളാകട്ടെ, ഇന്ന് രാവിലെ അറുത്ത് കളഞ്ഞിട്ട് കെട്ടഴിപ്പീൻ, കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ലാസറിനെ അടക്കിയിട്ട് കല്ലറയുടെ മുറ്റത്ത് വെച്ച് സാൻഡ്വിച്ചും ചായയും പഴവും ഉഴുതുപടം തിന്നേച്ചു പോയവര് രാവിലെ കയറി വരുമ്പോൾ ലാസർ യേശുവിന്റെ പന്തിലിരുന്ന് ആഹാരം കഴിക്കും. എല്ലാവരും ഇവിടെയാണോ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, ലാസറിനെ അടക്കി കല്ലും വെച്ച് കാലും കെട്ടി കൈയും കെട്ടി മുഖവും മൂടിയിട്ട് പോയവര് ഇറങ്ങി വന്നപ്പോൾ സാൻഡ്വിച്ച് ഉഴുന്നുവടയും പഴവും ചായയും കുടിച്ചും വെച്ച് പോയവര് നോക്കിയപ്പോൾ രാവിലെ യേശുവിന്റെ പന്തിയിൽ ലാസർ ഇരിക്കുന്നു. യേശുവിന്റെ കാൽക്കൽ മറിയ സുഗന്ധം പൂശുന്നു. വീട് മുഴുവൻ സൗരഭ്യം നിറയുന്നു. നാറ്റം വെച്ചെന്ന് പറഞ്ഞ വീടിനകത്ത് സൗരഭ്യം പരത്തിക്കൊണ്ട് പന്തിയിലിരുത്തി നന്മ തരുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ആഴമായ ആത്മാവ് ഇടപെടുകയാ. ഇന്ന് രാവിലെ പന്തിയിലിരുത്തി. ഒറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആറാമത്തെ വാക്യം പറഞ്ഞ എല്ലാരും കൂടെ കേട്ടില്ല. എല്ലാരും ഉറക്കെ പറഞ്ഞേ, ഞാൻ ഇനി മുതൽ എന്റെ വില്ലിൽ ആശ്രയിക്കത്തില്ല. എന്റെ വാൾ എന്നെ രക്ഷിക്കയില്ല. ഒരു സ്വോത്രം പറഞ്ഞേ. നിന്റെ കൈക്കരുത്ത് കൊണ്ടോ നിന്റെ വാള് കൊണ്ടോ നിന്റെ വില്ലുകൊണ്ടോ നിനക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല. പക്ഷേ വൈരിയുടെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും. വിശ്വസിക്കുന്നതിന് മാത്രം കരമൊന്ന് ഉയർത്തിക്കൂ. ഒരു നിമിഷം എഴുന്നേറ്റോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. നിന്റെ വില്ലിൽ ഇനി ആശ്രയിക്കരുത്, നിന്റെ വാളിൽ ഇനി ആശ്രയിക്കരുത്. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥം മറിച്ച് തീയിലിട്ട് ചുടുന്നൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തിലൊന്ന് ആശ്രയിച്ച് രാവിലെ എല്ലാ രണ്ട് കരങ്ങളും ഉയരട്ടെ യേശുവിന്റെ നാമത്തിൽ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ
ആഗ്രഹിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂവി ആഗ്രഹിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ